നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം. Let a total charge 2q be distributed in a sphere of radius r. It is the charge density given by rho of r is equal to kr, where r is the distance from the center. Two charge a and b of minus q each are placed on diametrically opposite points at equal distance a from the center. If a and b do not experience any force, then പറയുമ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എയും ആറും തമ്മിലുള്ള റിലേഷനാണ്. എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തമ്മിലുള്ള ദൂരമാണ്. ഞാൻ ഇവിടെ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്ത പോലെ കാണാൻ പറ്റുന്ന പോലെ ഈ ഡിസ്റ്റൻസ് ആണ് എ എന്നുള്ളത്. സെൻറ്ററിൽ നിന്ന് എ ഓഫ് ക്യൂയിലേക്കും ബി ഓഫ് ക്യൂയിലേക്കുള്ള ദൂരമാണ് എ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? റോ ഓഫ് ആർ ഈസ് ഈക്വൽ ടു കെ ആർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് സോൾവ് ചെയ്ത് തുടങ്ങാം. ഇതിൽ നിന്നും അവസാനം നമ്മളൊന്ന് ഒരു കാര്യം പറയുന്നത്, ഇഫ് എ ആൻഡ് ബി ഡു നോട്ട് എക്സ്പീരിയൻസ് എനി ഫോഴ്സ്, അത് രണ്ടും ഒരേ ദൂരത്വമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി, ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി എന്ന് പറയുമ്പം എഫ് എ ബി is equal to force on A due to S. F A S. അതായത് എയും ബിയും തമ്മിലുള്ള ഫോഴ്സ്, എയിൽ ബി കാരണം ഉണ്ടാകുന്ന ഫോഴ്സും എയിൽ എസ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സും സെയിം ആണെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് നമുക്ക് ചെയ്യാം. ഏതാണത് ആദ്യത്തെ പാർട്ട്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് കണ്ടുപിടിക്കാം. എഫ് എ ബി ഇസ് ഈക്വൽ ടു, എന്താണ് എഫ് എ ബി എന്ന് പറഞ്ഞാൽ? ഇങ്ങനെയാണ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. 1/4πε0. അത് നമ്മുടെ കോൺസ്റ്റന്റ് ആണ്, ഇത് എന്തായാലും ഉണ്ടാവും. പിന്നെ ഉള്ളത് ചാർജുകൾ. ചാർജ് എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ ആണ്. സോ മൈനസ് ക്യൂ ഇൻറ്റു മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ പ്ലസ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ അത് തമ്മിലുള്ള ദൂരം. തമ്മിലുള്ള ദൂരം എത്രയാണ്? എ പ്ലസ് എ. എ പ്ലസ് എ എന്ന് പറയുമ്പോൾ 2a. അപ്പോൾ ആർ സ്ക്വയർ എന്നല്ല ഡിനോമിനേറ്റർ വരിക. അപ്പോൾ ആർ സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ ആണ് എഫ് എ ബി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എഫ് എ എസ് ആണ്. എഫ് എ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ചാർജ് ക്യൂ. ഇ ഇൻറ്റു ക്യൂ എന്നുള്ള ഒരു ഫോർമുല ഉണ്ടല്ലോ ഫോഴ്സ് കണ്ടുപിടിക്കാൻ, അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് കണ്ടുപിടിക്കാം. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഒരു ഗോസ് സർഫേസ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഗോസ് ഇൻ്റഗ്രൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം? എഴുതാം. ഗോസ് തിയറം ഉപയോഗിച്ചിട്ട് ഇ ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു, എന്താണ് ഇ ഡോട്ട് ഡി എന്ന് പറഞ്ഞാൽ? ക്യൂ എൻക്ലോസ്ഡ്, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ടേമിന് പുറത്തേക്ക് എടുക്കാം. പിന്നെ നമുക്കുള്ളത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എ ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ്. എങ്ങനെ കണ്ടുപിടിക്കുക? ഇന്റഗ്രേറ്റ് ചെയ്യണം. 0 to r ഇന്റഗ്രേറ്റ് ചെയ്യണം. ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ടല്ലോ, ചാർജ് ഡെൻസിറ്റി വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ റോ ഡി വി വോളിയം ഇന്റഗ്രൽ ആണ്. ഡി വി ആണ്. ഡി വി ഡിവൈഡ് ബൈ എപ്സിലോൺ 0. ഇനി ഇത് നമുക്ക് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഇന്റഗ്രൽ ഈ ഓൾറെഡി നമുക്കുണ്ട് ഈ, പിന്നെ ഇന്റഗ്രൽ ഡി ആണ്. ഇന്റഗ്രൽ ഡി എന്ന് പറഞ്ഞാൽ സർഫേസ് ഏരിയ ആണ്. സ്ഫിയറിന്റെ സർഫേസ് ഏരിയ എന്താണ്? 4πr². This is equal to integral 0 to r kr. kr ആണ് നമ്മുടെ ചാർജ് ഡെൻസിറ്റി റോ. പിന്നെ ഉള്ളത് dv ആണ്. dv എന്ന് പറഞ്ഞാൽ എന്താണ്? 4πr².
ആർ സ്ക്വയർ ഡി ആർ ആണ് ഡി വി. നമുക്ക് ഓൾറെഡി ഉള്ള എപ്സിലോൺ 0. ഇനി നമുക്ക് ഇവിടെയുള്ള കോൺസ്റ്റന്റ് ടേംസ് ഒക്കെ ഒന്ന് പുറത്തെടുക്കാം. എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് ഉള്ളത്? കെ ഉണ്ട്, 4 പൈ ആർ സ്ക്വയർ, സോറി കെ ആർ സ്ക്വയർ ഉണ്ടാവില്ല, കെ ഇൻറ്റു 4 പൈ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. പിന്നെ നമുക്ക് ഇന്റഗ്രലിന്റെ ഉള്ളിലുള്ളത് 0 ടു ആർ ആർ ക്യൂബ് ഡി ആർ. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ആർ ക്യൂബ് ഡി ആർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 4 പൈ കെ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ആർ പവർ 4 ബൈ 4 ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. നമുക്ക് ഈ 4ഉം ഈ 4ഉം എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താ ഉള്ളത്? ഈ 4 പൈ ആർ സ്ക്വയർ അല്ലേ? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് മാത്രം മതി. ബാക്കി ടൈമിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒന്നും ഇവിടെയുള്ള പൈയും ഈ പൈയും ക്യാൻസൽ ആവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ആർ സ്ക്വയറും ഈ ആർ പവർ 4 ക്യാൻസൽ, ആർ സ്ക്വയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് ഉണ്ടാവുക? ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് കെ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 4 എപ്സിലോൺ 0. ഇതാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. ജനറലി ഈ സ്ഫിയറിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. ഇതിലുള്ള കെ എന്താന്ന് നമുക്കറിയില്ല എന്താന്നുള്ളത്. അപ്പൊ കെ എന്താന്ന് കണ്ടുപിടിക്കണം. കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ ചാർജ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. രണ്ട് രീതിയിൽ ടോട്ടൽ ചാർജിനെ എനിക്ക് കണ്ടുപിടിക്കാം. ഇന്റഗ്രൽ 0 ടു 2q. കാരണം 2q ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ടോട്ടൽ ചാർജ് ഉള്ളത് dq. പിന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ചാർജ് ഡെൻസിറ്റി വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. 0 ടു r റോ dv. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2q കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് റോ dv എന്ന് പറഞ്ഞ ടേം എന്താണ്? ഇന്റഗ്രൽ 0 ടു r റോ എന്താണ്? റോ എന്താ തന്നിട്ടുണ്ട്? kr ആണ്. dv എന്താണ്? 4 പൈ ആർ സ്ക്വയർ dr. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 2q ഈക്വൽ ടു k ഇൻറ്റു പൈ ഇൻറ്റു ആർ പവർ 4 എന്ന് കിട്ടും. ഇത് 2q ആണ്. സോ k എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡിൽ അവിടെ നിർത്തിയിട്ട് മറ്റുള്ള ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 2q ഡിവൈഡഡ് ബൈ പൈ ആർ പവർ 4 ആണ് k. ഓക്കെ. അപ്പൊ നമുക്ക് k എന്താന്ന് കിട്ടി. ഇനി ബാക്കി ഈ കിട്ടിയ kനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ആ ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. k എന്തായിരുന്നു? k എന്താന്നുള്ളത് ഞാൻ ഇവിടെ എഴുതാണ്. k is equal to 2q whole divided by pi r power 4. അതാണ് k. ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? E നമുക്ക് കിട്ടിയത് E is equal to k r square divided by 4 epsilon 0 ആണ് k കിട്ടിയത്. സോറി, ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയത്. ഈ kന്റെ സ്ഥാനത്ത് ഈ കിട്ടിയ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്താ കിട്ടുന്നത്? 2q divided by pi r power 4 into r square divided by 4 epsilon 0. ഇതാണ് കിട്ടുന്നത്. ഈ 2ഉം 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തെന്ന് പറയുമ്പോൾ qr square divided by pi 2 pi ഉണ്ടാവും. 2 pi r power 4
നമുക്ക് എന്തുണ്ടാവും എപ്സിലോൺ 0 കൂടെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടി. ഇനി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി എയോ ബിയോ എന്നുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആർ സ്മോൾ ആറിന് നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ആ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ക്യൂ സ്മോൾ എ നമ്മൾ ആറിനെ മാറ്റിയിട്ട് എ ആക്കാണ്. സോ ക്യൂ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പൈ എപ്സിലോൺ 0 ആർ പവർ 4. നമ്മൾ തുടക്കത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? എഫ് എ ബി ഈസ് ഈക്വൽ ടു എഫ് എ എസ്. ഓക്കെ, എഫ് എ ബി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് എ എസ് എന്താണ്? എഫ് എ എസ് ഈക്വൽ ടു ഈ കിട്ടിയ ഇ ഇൻറ്റു ക്യൂ ആണ്. സോ ആ കിട്ടിയ ഇ ഇൻറ്റു ക്യൂ എന്ന് പറയുമ്പോൾ ക്യൂ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പൈ എപ്സിലോൺ 0 ആർ പവർ 4. ഇനി ഈ ടേം ദിസ് ഇംപ്ലൈസ് എഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1/4 പൈ എപ്സിലോൺ 0 ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a ഹോൾ സ്ക്വയർ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെച്ചാണ് എന്താന്നുള്ളത്. ഈക്വൽ ടു ഈ ഫോഴ്സ്. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്യൂ സ്ക്വയർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പൈ എപ്സിലോൺ 0 ആർ പവർ 4. ഇതിൽ നമുക്ക് ക്യൂ സ്ക്വയറും ക്യാൻസൽ ആവും. 2 പൈയും 4 പൈ ക്യാൻസൽ, അവിടെ 2 മാത്രം ഉണ്ടാവും ബാക്കി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1/8a സ്ക്വയർ is equal to a സ്ക്വയർ divided by r power 4. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എയും ആറും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടും. which is a equal to 1/8 whole power 1/4 into r. This is equal to 8 power minus 1/4 times r. Thank you. Hello everyone, so our question is 4-point charges minus q plus q plus q and minus q are placed on y-axis at y is equals to minus 2d, y is equals to minus d, y is equals to plus d and y is equals to plus 2d respectively. The magnitude of electric field E at a point on the x-axis at x is equals to d with d, capital D, very greater than small d will behave as. Our options are E is inversely proportional to d cube, inversely proportional to d, inversely proportional to d raised power 4 and inversely proportional to d square. Okay, so the given data in the question will, if we will represent it in figure, it will look like this. Okay, so the figure look like this. Okay, now the electric field due to the charge minus q placed at a distance of plus 2d and minus 2d will be same. Okay, and similarly the electric field due to the plus charge plus q and plus q at a distance of plus d and minus d will be same. So let us suppose that electric field due to plus q will be equals to E1 and electric field due to minus q as E2. Okay, now the distance of minus q placed at a distance of 2d will be equals to, this distance is given to us is how much? Capital D, correct? This distance is given to us as capital D. So this distance will be equals to 4d square plus d square by using Pythagoras theorem, and this distance will be equals to d square plus d square, correct? Now E1 will be equals to kq upon r square, correct, which is d square plus d square, and E2 will be equals to kq upon 4d square plus d square, correct? Now due to the charge plus minus q, the electric field will act as E2
in this direction, and due to the minus q placed at a distance of minus 2d, it will be E2. So the net electric field at the point, let us suppose it is A, so the net electric field at A due to the charge minus q will be 2E2 cos theta 2, and due to the plus q it will be E1 and E1. So the net electric field will be 2E1 cos theta 1. Correct. Now, so what we can write from here, that the net electric field E is equals to 2 times E1 cos theta 1 minus 2 times E2 cos theta 2. Correct. Now, from here we can write 2 E1 we have calculated as kq upon d square plus d square into cos theta 1. Look at the triangle of the cos theta 1. What we can write from here, this angle is how much? Theta 1. Correct. So cos theta is base by hypotenuse. Base is capital D and hypotenuse is under root d square plus d square. So it will be capital D into under root of d square plus d square minus 2 times E2 is kq upon 4d square plus d square into cos theta 2 will be d upon under root of 4d square plus d square. Okay. Now taking 2kqd as common, what will remain is 1 upon d square plus d square raised to the power 3 by 2 minus 1 upon 4d square plus d square raised to the power 3 by 2. Correct. Now taking d square common from here, what we get is 2kqd upon d cube into 1 upon 1 plus small d square upon d square raised to the power 3 by 2 minus 1 upon 1 plus 4d square upon d square raised to the power 3 by 2. Correct. Now since we have been given that capital D is very greater than small d. Correct. So using the binomial expression, what we can write from here is 2kqd upon d cube into 1 upon 1 plus 3 by 2 small d square by capital D square minus 1 upon 1 plus 6 small d square by capital D square. Correct. Now taking LCM, what we get is 2kqd upon d cube into 1 plus 6 small d square by capital D square minus of 1 minus 3 by 2 small d square by capital D square divided by 1 plus 3 by 2 small d square by capital D square into 1 plus 6 into small d square by capital D square. Correct. Now since small d is very less than capital D, correct, so the ratio d upon capital D will be less than 1. Correct. Or what we can say that d square upon d square will also be very less than 1. So what we can say that this term will be equals to 1 and this term will be equals to 1. Okay. So what we will get is 2kqd upon d cube raised into, so from here plus 1 and minus 1 got cancelled out and this will become 9 by 2 small d square by capital D square. Correct. So from here what we get is 9kq upon small d square upon d raised power 4. Correct. So what we can say that our electric field E is varying inversely proportional to d raised power 4. Correct. Now checking out from the options, what we get is our option number 3 is the correct option for us. Okay. Thank you.